ഈ ഇടവകയുടെ വികാരിയും യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛൻ, ഇടവയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട നൈനാൻ ജേക്കബ് അച്ഛൻ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ട്രഷററായിരിക്കുന്ന ശ്രീ ജോർജ് പണിക്കർ സാറ്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കളെ, നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘാംഗങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഇളമ്പൽ യെരുശലേം ഇടവകയുടെ 161 ഇടവക ദിനത്തിൽ ഇവിടെ വരുന്നതിനും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നതിനും ഈ ഇടവദിന സമ്മേളനത്തിൽ ഇടവക സന്ദേശം നൽകുന്നതിനുമൊക്കെ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗീവർഗീസ് തോമസ് അച്ഛൻ 35 വർഷത്തെ പരിചയമുണ്ട്. അച്ഛനൊരു കൊച്ചച്ഛനായിട്ട്, ഞാനും അന്ന് കൊച്ചച്ഛനായിരുന്നു, കൊച്ചച്ഛനായിട്ട് ഗൂഡല്ലൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും അവിടോട്ടേക്ക് ചെന്നത്. കുറച്ച് നാൾ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം അച്ഛൻ പറഞ്ഞു. അച്ഛൻ ആ സ്നേഹബന്ധം ഇന്നും നിലനിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ ലഭിച്ചത്. നൈനാൻ ജേക്കബ് അച്ഛനും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നു. അച്ഛൻ്റെ ഇടവകയിലും ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക്. അന്ന് അച്ഛനെ കാണുകയൊക്കെ ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ അച്ഛന്മാരെ കാണുന്നതിന്, അല്പസമയം ഒരുമിച്ച് ചെലവിടുന്നതിനൊക്കെ ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോർജ് പണിക്കർ സാറിനെയും പരിചയമുണ്ട്. വീണ്ടും ഇവിടെ വെച്ച് കാണുവാനൊരവസരം ലഭിച്ചു. ആ സന്തോഷം ഞാൻ അറിയിക്കുന്നു. മനോഹരമായിട്ടുള്ള ആരാധനയായിരുന്നു ഇന്ന്. നല്ല ഒരു റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസിന് കാരണം ഈ ഗായക സംഘമാണ്. എനിക്കൊരു പേടിയുള്ളത്, ഗായക സംഘം നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് ഇടവ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നല്ല ശബ്ദത്തിൽ മനോഹരമായി പ്രതിവാക്യം പറയുന്ന ഗായക സംഘം, നിങ്ങളും എല്ലാവരും ഒരുമിച്ച് അതിൽ സഹകരിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കും. 161 വർഷം മലങ്കര സഭയിൽ നവീകരണം ഉണ്ടായിട്ട് 190 വർഷം ആകുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏകദേശം അതിനോടടുത്ത് ആണ് ഈ ഇടവക രൂപീകൃതമായത് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് കഴിയും. സഭയുടെ പ്രധാനപ്പെട്ട ഇടവകളിലൊന്നായ ഈ യെരുശലേം ഇടവയ്ക്ക് ലഭിച്ച വലിയ വളർച്ചയ്ക്ക്, അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. 161 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. 161 വർഷം ഈ ഇടവകയെ നയിച്ച വൈദികർ, നമ്മുടെ പൂർവ്വ പിതാക്കൾ, ഇവരെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം, ഞങ്ങളൊരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ആ പാരമ്പര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. പാരമ്പര്യം ഒരു 3 ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആ പൈതൃകം 3 ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. ഒന്ന്, നമ്മുടെ പൈതൃകം തുടർന്നും നമുക്ക് പ്രചോദനം നൽകണം. നമ്മുടെ പൂർവ്വപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ
മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രദേശത്ത് നല്ല മാതൃക കാണിക്കുവാൻ നമുക്ക് കഴിയണം. അതിനേക്കാളെല്ലാം ഉപരിയായി we must leave behind a good heritage. നാം നല്ല ഒരു പാരമ്പര്യം ഇവിടെ അവശേഷിപ്പിച്ച് വേണം കടന്നു പോകുവാൻ. നമ്മളും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും. നമ്മുടെ പൂർവ്വപിതാക്കർ ഈ ഇടവകയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായതുപോലെ നാമും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഒരു നല്ല പാരമ്പര്യം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുവാൻ. ആ ഉത്തരവാദിത്വത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവർത്തനത്തെ നയിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവയ്ക്ക് മനോഹരമായ ഒരു പേരാണ് ഉള്ളത്. ജെറുസലേം എന്നാണ് അതിൻ്റെ പേര്. യെരുശലേം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജെറു എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ്, നഗരം. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ജെറുസലേം. ജെറു ഷാലോം, ജെറുസലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ നഗരം എന്നാണ് യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ പേരിനെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടാകണം, അല്ലേ? നമുക്കെല്ലാവർക്കും ഓരോ പേരുണ്ട്. ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചില കുട്ടികളോടൊക്കെ പേര് പറയും. പേരെന്താ ചോദിക്കും, പേര് പറയുമ്പോൾ ചോദിക്കും അതിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലർ പറയും, ചിലർ പറയുകയില്ല. കാരണം അതിന് വലിയ അർത്ഥമൊന്നുള്ള പേരല്ല, അക്ഷരങ്ങളൊക്കെ കൂട്ടിയൊരു ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പേരാണ്. എൻ്റെ പേര് ജയൻ എന്നാണ്. അപ്പോൾ ചിലർ പറയും ജയിക്കാനായിട്ടുള്ളവൻ. പക്ഷേ അത് പലപ്പോഴും എല്ലാം ഒന്നും ജയിച്ചിട്ടില്ലെങ്കിലും കുറച്ച് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യെരുശലേം എന്ന പേരിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഇടവയ്ക്ക് നൽകുമ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയുണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. 132 സങ്കീർത്തനം 13 വാക്യം, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. സിയോനെ എന്ന് പറയുമ്പോൾ യെരുശലേമിനെ എന്നുള്ള അർത്ഥത്തിലാണ്. യഹോവ യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലം ആക്കുവാൻ ഇച്ഛിക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ യെരുശലേം ഭൂമിശാസ്ത്രപരമായി വെറൊരു പ്രദേശം മാത്രമല്ല, ദൈവത്തിൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ദേവാലയത്തിന് യെരുശലേം എന്ന് പേരിടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലമാണ് ഇത് എന്ന് നാം ഓർക്കേണ്ടതാണ്. ആത്മീയപരമായി നോക്കുമ്പോൾ യെരുശലേം നമ്മുടെ ഹൃദയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. യെരുശലേം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളെല്ലാം യെരുശലേമാകുന്നുവെങ്കിൽ അവിടെല്ലാം ദൈവം വസിക്കണം എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള, ഈ പേര് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. യെരുശലേം എന്ന പേര് വഹിക്കുന്നതായിട്ടുള്ള ഈ ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം എല്ലാവരും ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാകുന്നു എന്ന്, ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കേണ്ടവരാകുന്നുവെന്ന്, ആ ദൈവിക വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരേണ്ടവരാകുന്നു എന്ന് നാം ഓർക്കുന്നതാണ്. എൻ്റെ ഹൃദയം ദൈവം സന്തോഷത്തോടെ വസിക്കുന്ന ഒരു ജെറുസലേമാണ് എന്ന് നമുക്ക് സാക്ഷിക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ ഹൃദയം ദൈവം സന്തോഷത്തോടെ വസിക്കുന്ന ഒരു യെരുശലേമാണ് എന്ന് ഈ ഇടവയിലെ എല്ലാ അംഗങ്ങളും പറയുവാൻ കഴിഞ്ഞാൽ അതാണ് ഈ ഇടവയ്ക്ക് ഒരു നല്ല പാരമ്പര്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, സമാധാനത്തിൻ്റെ നഗരമാണ് യെരുശലേം. 122 സങ്കീർത്തനം 6 വാക്യം, യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ.
ഷാലോം എന്ന വാക്കിന് സമാധാനം എന്നുള്ള അർത്ഥമാകുന്നുവെങ്കിലും സമാധാനം നമ്മൾ പറയുമ്പോൾ യുദ്ധമില്ലാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധമില്ലായ്മ അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത അവസ്ഥ എന്നുള്ളതല്ല. അതിനർത്ഥം അതിനേക്കാൾ ഉപരിയായി സമ്പൂർണത, ഐക്യം, സൗഖ്യം, ദൈവവുമായുള്ള ശരിയായിട്ടുള്ള ബന്ധം, ഈ അർത്ഥങ്ങളാണുള്ളത്. അതായത് ഹോൾനെസ്, ഹാർമണി, റെക്കൺസിലിയേഷൻ ആൻഡ് വെൽബീയിങ് എന്നൊക്കെയാണ്. അപ്പോൾ യെരുശലേമാകുന്ന ഈ ഇടവക സമാധാനത്തിൻ്റെ കൂട്ടമാകുന്ന, സമാധാനത്തിൻ്റെ നഗരമായ ഈ ഇടവകയിലെ അംഗങ്ങൾ എല്ലാവരും ഐക്യതയിൽ, സമാധാനത്തിൽ, സഹിഷ്ണുതയോടുകൂടി ഒരുമിച്ച് നിലവും കൊള്ളുമ്പോഴാണ് യെരുശലേം എന്ന വാക്ക് അന്വർത്ഥമായി തീരുന്നത് എന്ന് നാം ഓർക്കണം. യഥാർത്ഥ സമാധാനം നമ്മളുടെ ശ്രമങ്ങളിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നാണ് എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോഴുള്ള യെരുശലേം എന്ന് പറയുന്ന ആ സ്ഥലം, അവിടെ സമാധാനം ഇല്ല. അവിടെ സമാധാനത്തിൻ്റെ നഗരമായിട്ടുള്ള യഥാർത്ഥ യെരുശലേമിൽ ഇന്ന് സമാധാനമില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യെരുശലേം എന്ന പേര് വഹിക്കുന്നതായിട്ടുള്ള ഈ ഇടവക സമാധാന നഗരമായി ഈ പ്രദേശത്ത് നിലനിൽപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി, യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ബലിയുടെ സ്ഥലമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യെരുശലേം ബലിയുടെ സ്ഥലമാണ്, എ പ്ലേസ് ഓഫ് സാക്രിഫൈസ്. യെരുശലേം എന്നത് ദേവാലയം നിലകൊണ്ട അല്ലെങ്കിൽ ദേവാലയം നിലനിൽക്കുന്ന, യെരുശലേം ദേവാലയം എന്നൊക്കെ പറയുന്ന ആ വലിയ ദേവാലയം നിലകൊള്ളുന്ന, അവിടെ ബലികൾ അർപ്പിക്കുന്ന ഇടമാണ്, ബലികൾ അർപ്പിച്ച നഗരമാണ്. അവസാനം നമുക്കറിയാം, ദൈവപുത്രനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട, ബലിയായി തന്നെ അർപ്പിച്ച സ്ഥലം കൂടിയാണ് യെരുശലേം എന്ന് വേണമെങ്കിൽ പറയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അന്നത്തെ യെരുശലേം നഗരത്തിനുള്ളിലല്ലായിരുന്നു, നഗരത്തിന് വെളിയിലായിരുന്നു. അങ്ങനെ ഒരു ആചാരം ഉള്ളതുകൊണ്ട് നഗരത്തിന് വെളിയിൽ കൊണ്ടുവന്നാണ് ക്രൂശിച്ചത്. എന്നാൽ ഇന്ന് ആ സ്ഥലം യെരുശലേം നഗരത്തിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, യെരുശലേം ഒരു ബലിയുടെ സ്ഥലമാകുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ബലിയാടായി തീർന്ന, ബലിയർപ്പിച്ചതായിട്ടുള്ള ഇടമാണ് ഈ യെരുശലേം എന്ന പേര്. അങ്ങനെ നമുക്ക് അർത്ഥം, നമുക്കും നമ്മുടെ ജീവിതത്തിലും കർത്താവ് ബലിയായി അർപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ കഴിയണം. അല്ലെങ്കിൽ ആ രക്ഷയുടെ സാക്ഷികളായിട്ട് നമുക്ക് നിലനിൽക്കണം. ആ രക്ഷയുടെ സാക്ഷികളായിട്ട് നാം ഓരോരുത്തരും യെരുശലേം എന്ന പേരുള്ള ഇടവകയിലെ അംഗങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുമ്പോഴാണ് ആ പേര് അർത്ഥമായി തീരുന്നത് എന്ന് നാം ഓർക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. വേദപുസ്തകത്തിൽ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മീതെയുള്ള യെരുശലേം എന്ന് പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. മീതെയുള്ള യെരുശലേമോ എന്ന് പറയുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ യെരുശലേമിനെ കുറിച്ച്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യെരുശലേം എന്ന ഈ ലോകത്തിലെ, ഭൂമിയിലുള്ള യെരുശലേം എന്ന ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് മീതെയുള്ള യെരുശലേമിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് യെരുശലേമിൻ എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഭൂമിയിലുള്ള യെരുശലേമിൽ നിന്നും മീതെയുള്ള പുതിയ യെരുശലേമിലേക്കുള്ള യാത്രയാകുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. എ ജേർണി ടുവേർഡ്സ് ന്യൂ ജെറുസലേം. അതുകൊണ്ട് ഉന്നതമായതിനെ, ഉയരത്തിലുള്ളതിനെ, നിത്യമായതിനെ, നിലനിൽക്കുന്നതിനെ കാക്ഷിക്കുന്നതിനായി ഈ പേര് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
യെരുശലേം എന്ന ഇടവകയിലെ ഇടവാങ്ങളായ എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഓരോ യെരുശലേമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വസിക്കുന്ന, യഥാർത്ഥ സമാധാനം നടമാടുന്ന, ബലി പോലെ സമർപ്പണമുള്ള, എപ്പോഴും മീതെയുള്ള നിത്യഭവനത്തിനായി കാംക്ഷിക്കുന്നവരായി ഈ ഇടവകയിലെ ഇടവജനങ്ങളായിത്തീരുമ്പോൾ ഈ ഇടവകയുടെ പേര്, യെരുശലേം എന്നുള്ള പേര് തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായിത്തീരും, അന്വർത്ഥമായിത്തീരും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ ഞാൻ പറയാം, ലോർഡ് എസ്റ്റാബ്ലിഷ് യുവർ ജെറുസലേം ഇൻ മൈ ഹാർട്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ യെരുശലേമിനെ സ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇടവകയുടെ ചരിത്രത്തിൽ ഒരു വർഷം കൂടി പൂർത്തീകരിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഈ ഇടവകയുടെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ യെരുശലേമുകളായി, ദൈവം വസിക്കുന്ന ഇടങ്ങളായി, ബലി പോലെ സമർപ്പിച്ചതായിട്ടുള്ള ഇടങ്ങളായി, മീതെയുള്ള യെരുശലേമിനെ കാംക്ഷിക്കുന്നവരായി ജീവിപ്പാൻ സർവേശ്വരൻ ഈ ഇടവയിലെ എല്ലാ അംഗങ്ങൾക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഈ പരിപാടികൾക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛനോടും ഈ ഇടവകയുടെ ഭാരവാഹികളോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരു നീണ്ട ആദരിക്കൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, CA പരീക്ഷയിൽ ഉന്നത വിജയം വരിച്ച നിഖിൽ രാജൻ, അതുപോലെ തന്നെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തീർന്ന ശ്രീമതി സനിത തോമസ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ നമ്മുടെ ഇടവക സെക്രട്ടറി കൂടിയായ ശ്രീമതി ആശ ബിജു, പിന്നെ 50 വർഷം കുടുംബജീവിതത്തിൽ പൂർത്തീകരിച്ച ദമ്പതികൾ, 80 വയസ്സ് പൂർത്തീകരിക്കുന്ന ചിലരുണ്ട്. അവരെയും ഒക്കെ അഭിനന്ദിക്കും. ഞാൻ ഒറ്റ വാക്കിൽ ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളൊക്കെ കൂടുതൽ ഫലകരമായി നിർവഹിപ്പാൻ പുതിയ നമ്മുടെ മെമ്പർമാർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സെക്രട്ടറി എനിക്ക് തോന്നുന്നു ആവർത്തിച്ചിപ്പോൾ ജയിച്ച ആളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഒരു കയ്യടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പ്രിയ മകളെ അനുഗ്രഹിക്കട്ടെ. പുതുതായി മെമ്പറായി തീർന്ന സനിത തോമസിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.